ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പുറം ലോകത്ത് പൂർണ്ണത തേടിയാൽ എന്നും നിരാശയായിരിക്കും ഫലം. മനസ്സിൻ്റെ വിദ്യയാണ് യഥാർത്ഥ വിദ്യ. എന്താണ് മനുഷ്യൻ തേടുന്നത്? ശാന്തിയും സന്തോഷവും അല്ലേ? ഒരിറ്റു മനസ്സുഖത്തിനു വേണ്ടി മനുഷ്യൻ പരക്കം പായുകയാണ്. പക്ഷേ ഭൂമുഖത്തു നിന്ന് ശാന്തിയും സമാധാനവും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പുറം ലോകം സ്വർഗമാക്കാൻ നമ്മൾ പാടുപെടുകയാണ്. എന്നാൽ നമ്മുടെ ആന്തരിക ലോകം നരകതുല്യമായി മാറുന്നത് നാം അറിയുന്നില്ല. ഇന്നത്തെ ലോകത്ത് സുഖഭോഗ വസ്തുക്കൾക്ക് ഒരു ക്ഷാമവുമില്ല. എയർ കണ്ടീഷൻഡ് മുറികളും എയർ കണ്ടീഷൻഡ് കാറുകളും എല്ലാം ആവശ്യത്തിലേറെയുണ്ട്. എന്നിട്ടും സമാധാനമില്ല. AC മുറിയിൽ കിടന്നിട്ടും ഉറക്കം കിട്ടാതെ ചിലർ ഉറക്ക ഗുളിക കഴിക്കുന്നു. ആഡംബരത്തിൻ്റെ നടുവിൽ ജീവിച്ചിട്ടും മനസ്സംഘർഷം സഹിക്കാൻ കഴിയാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്നു. സുഖവും സന്തോഷവും ബാഹ്യവസ്തുക്കളിലായിരുന്നെങ്കിൽ ആഡംബര ജീവിതത്തിൽ നിന്നും അവ ലഭിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല അനുഭവം. കാറുകളും മുറികളും എയർ കണ്ടീഷൻ ചെയ്യാൻ വ്യഗ്രത കാട്ടുന്നവർ ആദ്യം തങ്ങളുടെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യാൻ പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതുമാത്രമാണ് യഥാർത്ഥ ആനന്ദത്തിലേക്കുള്ള വഴി. മനസ്സിനെ കണ്ടീഷൻ ചെയ്യാൻ പഠിപ്പിക്കുന്ന വിദ്യയാണ് ആധ്യാത്മിക വിദ്യ. അത് മനസ്സിൻ്റെ വിദ്യയാണ്. അതാണ് യഥാർത്ഥ വിദ്യ. ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം അവനവൻ്റെ മനസ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അല്ലാതെ ബാഹ്യവസ്തുക്കളെയോ സാഹചര്യങ്ങളെയോ അല്ല. മനോജയം, അതാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. സ്വർഗവും നരകവും രണ്ടും മനസ്സിൻ്റെ സൃഷ്ടികളാണ്. മനസ്സ് ശാന്തമാണെങ്കിൽ ഏത് നരകവും സ്വർഗമായി അനുഭവപ്പെടും. മനസ്സ് അശാന്തമാണെങ്കിൽ ഏത് സ്വർഗവും നരകതുല്യമായി തോന്നും. ലോകവൈരുദ്ധ്യങ്ങളുടെ നടുവിൽ എങ്ങനെ സന്തോഷവും ശാന്തിയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ആധ്യാത്മികത. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.